ഹലോ ഫ്രണ്ട്സ്, വെന്യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ശരിക്കും നിൽക്കുന്നത് നമ്മുടെ ബോൾഗാട്ടി പാലസിലാണ്. കൊച്ചിയിൽ, എറണാകുളത്ത് ബോൾഗാട്ടി പാലസിലൊരു വെഡ്ഡിങ് നടക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിയുടെയും ആഗീഷിൻ്റെയും ഒരു വെഡ്ഡിങ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻസൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ് വരുന്നു. അപ്പം ഞാനിപ്പോൾ എന്തുവായി എന്നറിയാൻ വേണ്ടിയിട്ട് വെന്യൂയിലോട്ട് പോവാണ്. എല്ലാ ഇവൻറ്റ്സിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിയർത്ത് കുളിച്ചോടുക എന്നുള്ളത് ഇവൻറ്റ് മാനേജേഴ്സിൻ്റെ ഒരു ഹോബി തന്നെയാണ് കേട്ടോ. അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. എത്ര മേക്കപ്പ് ചെയ്തിട്ടെന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വിയർത്തൊരു പരുവാവും. ശരിക്കും ഇന്ന് മറീന ലോണിലാണ് വെഡ്ഡിങ്. ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആണ്. പക്ഷേ ഡെസ്റ്റിനേഷൻ പറഞ്ഞാലും 250 പേരോളം ഉണ്ട്. ലക്ഷ്മിക്ക് ഈ പറഞ്ഞ പോലെയൊക്കെ ഒരു ഓപ്പണായിട്ട് തന്നെ വേണം, ഒരു ട്രാൻസ്പെറൻറ്റ് തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കാലാവസ്ഥ മഴയും വെയിലുമായിട്ട് ഇങ്ങനെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എങ്കിലും ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമില്ലാതെ പരിപാടികൾ നടന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് മുതൽ കണ്ടിട്ട് വരാം. ശരിക്കും നമ്മുടെ ഫോട്ടോഗ്രാഫി ക്രൂ മൂൺ വെഡ്ലോക്കായിരുന്നു. അപ്പം എൻ്റെ ഒരു കസിൻ്റെ വെഡ്ഡിങ് കണ്ടിട്ടാണ് ശരിക്കും ലക്ഷ്മി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതും വിളിക്കുന്നതും ഒക്കെ. എന്തായാലും ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു മാക്സിമം ഞങ്ങൾ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ അകത്തൂടെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കുറച്ച് മുല്ലപ്പൂ കൗണ്ടറും ഒക്കെ ആയിട്ട് കുറച്ച് മുല്ലപ്പൂവും സ്ലൈഡും കുറച്ച് കുപ്പിവളയും, ആർക്കൊക്കെ വേണമെങ്കിലും കണ്ണാടി നോക്കി പൊട്ട് വേണമെന്നുണ്ടെങ്കിൽ പൊട്ട് തൊടാം, ചന്ദനവും സിന്ദൂരവും എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 2 ദിവസം മുമ്പാണ് ലക്ഷ്മി ഒരു ഡാൻസറാണ്. ലക്ഷ്മിക്ക് ഡാൻസ് ഭയങ്കര പാഷനാണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരിക്ക് ചെലങ്ക അങ്ങനെയുള്ള കുറച്ച് നടരാജ വിഗ്രഹവും അങ്ങനെയുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റൂടെ നമ്മളിവിടെ ഒരു നെയിം ബോർഡിൻ്റെ കൂട്ടത്തിൽ കൊടുത്തു. ഇഷ്ടമുള്ളൊരു കാര്യം വെക്കുമ്പം കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണല്ലോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഗണപതി ഡെക്കോർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു റിച്ച് ലുക്ക് വരുന്ന രീതിയിലാണ് ഗണപതി ഡെക്കോറും കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ധൂപൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചൊരു ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടിയിട്ടും മൊത്തത്തിലൊരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടും ആയിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്. ഡെക്കോറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ട്രഡീഷണൽ മണ്ഡപമാണ് ഇപ്പം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഒരു റെഡ് വൈറ്റ് തീം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെയൊക്കെ നമുക്ക് റെഡ് വൈറ്റ് തീമിലാണ് ഫ്ലവേഴ്സ് ആയാലും കാര്യങ്ങളായാലും എല്ലാം കൊടുത്തേക്കുന്നത്. ആർട്ടിഫിഷ്യലും ഫ്രഷും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വെച്ചേക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, റാമ്പും ഈ പറയുന്ന സ്കേർട്ടിങ്സും എല്ലാം ഈ ഒരു കളർ പ്രിൻറ്റിലാണ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. പിന്നെ ബ്രൈഡും ഗ്രൂമും നമുക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഫാമിലിയും നമുക്ക് അത്രയും കോപ്പറേറ്റീവ് ആയിരുന്നു. പക്ഷേ എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റിൻ്റെ കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ വെയിൽ, കാര്യങ്ങൾ, മഴ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഒരു വെന്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഒത്തിരി ഈവന്റ് പ്ലാനേഴ്സിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിരുന്നു. സത്യം പറഞ്ഞ ഒരു വീക്ക് മൊത്തത്തിൽ ഈവന്റ് പ്ലാനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രാഹുലേട്ടൻ തന്നെ ചെയ്ത ഒരു ഇവന്റിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വെന്യൂ ഇവന്റ്സിനെ കുറിച്ച് കേൾക്കുന്നത്. ഞാൻ ആ ഒരു ഇവന്റിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ അപ്പം തന്നെ ഞാൻ ഫിക്സ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ രാഹുലേട്ടനെ കോൺടാക്ട് ചെയ്തപ്പോൾ വിത്തിൻ 2 days എല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ ഈവന്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. ആൻഡ് the last detail, like every single detail was like perfect. സത്യം അതുകൊണ്ട് we are very happy with the ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. മോളിൽ നിന്ന് നോക്കുമ്പോൾ രാത്രി 3 മണി 4 മണി വരെയൊക്കെ ആളുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറെ ആളുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഈ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്പെഷ്യൽ ആയിട്ട്. അതെ, വി ആർ വെരി ഹാപ്പി. thank you so much. താങ്ക് യു സോ മച്ച്.